പെണ്ണിന് ഓരോ തലയും തൂക്കേണ്ടി വരും അല്ലേ? ഓരോ തലയും തൂക്കേണ്ടി വരും. ആവും തൂക്കേണ്ടി വരിക. ഇറക്കണ്ട പൊന്നെ. നിക്ക് ഈ ഫോട്ടോ എടുത്താ പോവും ഞാൻ. ഹായ്. അപ്പൊ ഇന്നിപ്പോ സാരി കൊടുത്ത് ഉടുപ്പൊക്കെ ചൂടി നല്ല അടിപൊളിയായിട്ട് വന്ന് നിൽക്കണം എന്താ നിങ്ങളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? ഭംഗിയുണ്ടോ കാണാൻ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് എഴുതണം കേട്ടോ. അപ്പൊ ഇന്നാ നിന്റെ കയറി താമസ ഫംഗ്ഷൻ ആയിരുന്നു. അടിച്ചു പൊളിച്ചു. അടിപൊളിയായിട്ട് സംഭവമൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. പക്ഷെ കഴിഞ്ഞു എന്ന് പറയാനില്ല, സമയം ഇപ്പോൾ 2:30 ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഞാൻ ജസ്റ്റ് വിശേഷങ്ങൾ നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാരണം വേറെ ഒന്നുമല്ല, കണ്ടന്റ് ബേസ് വീഡിയോ ഇന്നും ഇല്ല. മിക്ക ദിവസം അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് വരുന്നത് അല്ലേ? അങ്ങനെ ഒന്ന് വിചാരിക്കണ്ടാവും, അങ്ങനെ വിചാരിക്കരുതിട്ടോ. കാരണം നമ്മൾ വീട്ടിലാകുമ്പോൾ നമുക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല. ഒന്നാമത് എല്ലാവരും കൂടിയിട്ട് കൂടുന്നൊരു ദിവസം, വേണ്ടപ്പെട്ടവരൊക്കെ വരുന്ന ഒരു ദിവസം, അപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് നോക്കാൻ സമയം ഉണ്ടാവും. പിന്നെ നമുക്ക് ആരെങ്കിലും എടുത്തു തരാൻ ആരുണ്ടാവുക? എല്ലാവരും ഇപ്പം എൻ്റെ പോലെ തന്നെ ബിസിയല്ലേ. മക്കളാണെങ്കിൽ ഒരു വേറൊരു സെക്ഷൻ സെൽഫി എടുക്കലായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ബിസി ആയിട്ടാണ് പ്രത്യേകിച്ച് വീഡിയോ എടുക്കാത്തത് കേട്ടോ. പിന്നെ ഇന്നലെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ഞങ്ങളുടെ ഫാമിലിയിൽ കുറച്ച് അടിപൊളി ഗായകരുണ്ട് കേട്ടോ, നന്നായിട്ട് പാടും. അപ്പോൾ ഗാനമേളൊക്കെ ഉണ്ട്, എന്തിന് DJ ഇട്ട് ഡാൻസൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ട് അത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. പിന്നെ എന്തായാലും അത് അപ്ലോഡ് ചെയ്യണില്ല കേട്ടോ. പിന്നെന്താ, അടിപൊളിയായിട്ട് കഴിഞ്ഞു. പക്ഷെ എന്നാലും ചെറുതായിട്ടൊരു കുത്തൽ നമുക്ക് എപ്പോഴും ഉണ്ടാവും. എന്താ വെച്ചാൽ എല്ലാവരും ഉണ്ടാവില്ലല്ലോ, എല്ലാവരും കൂടുമ്പോഴല്ല അത് രസം. അല്ലെങ്കിൽ രസമാണ്, ഹാപ്പിയാണ്, അല്ലാന്നല്ല. പക്ഷെ എന്നാലും ഉള്ളിൽ ചെറിയൊരു വേദനയാണത്. അപ്പോൾ ഇവിടെ ഏട്ടല്ല, രണ്ടാമത്തെ ഏട്ടല്ല. പിന്നെ അതേപോലെ തന്നെ അനിയൻ ഒരു ദിവസം മുന്നേ ചെറിയ അനിയൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ വേറെ അനിയനും കൂടെ ഉണ്ട്, ഓനും കൂടെ വരാൻ നിൽക്കുന്നു. പക്ഷെ അപ്പോൾ എത്ര ഹാപ്പി ആണെങ്കിൽ നമുക്ക് ചെറിയൊരു കുത്തൽ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. അതെന്താണെന്നറിയോ? ഇവിടെ ഇപ്പോൾ വാവേട്ടല്ല, രണ്ടാമത്തെ ഏട്ടല്ല, പിന്നെ ഒരനിയൻ 3 ദിവസം മുന്നേ ഒരു അനിയൻ വന്നിരുന്നു. അപ്പോൾ ഒപ്പം വേറൊരു അനിയൻ കൂടെ വരാൻ നിൽക്കുന്നു. പക്ഷെ ആ വരുന്ന ടൈമിൽ ഇക്കാമയ്ക്ക് എന്തോ ചെറിയ പ്രശ്നമായെന്നും പറഞ്ഞാൽ അത് നീട്ടി. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ 3:30 ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ മഴയായിട്ട് ഫ്ലൈറ്റ് മിസ്സായി. അപ്പോൾ അതുകൊണ്ട് ഓനും എത്തിപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു ബന്ധപ്പെട്ട്, കാരണം എല്ലാവരും കൂടുമ്പോഴാണ് നമ്മൾ ഹാപ്പി അല്ലേ? ഇല്ലെങ്കിലും ഹാപ്പിയാണ്, പക്ഷെ എന്നാലും ചെറുതായിട്ടൊരു ഇടങ്ങേറുണ്ടാവും. ഒരു നിമിഷം ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് പോലും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയാകുന്ന ചിന്ത വരും. അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെന്താ, അതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. പിന്നെ ഞാൻ ഇന്ന് വീഡിയോ രാവിലെ പോയിട്ട് നെയ്ച്ചോറും കടായി അവിടെ ഉണ്ടാക്കണം. അത് പിന്നെ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അത് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം വേറെ ഒന്നുമില്ല, ഇതിന് വഴിക്കട വരുന്നുണ്ട് പോസ്റ്റ് ഓഫീസ്. അപ്പോൾ അവിടെ രാവിലെ പോയാൽ 4 മണിക്കാണ് ഞാൻ വീട്ടിലെത്തിയത്. പിന്നെ ഇവിടെ ഒന്നും ചെയ്യാനൊന്നുമില്ല, അടിച്ചു തരാനോ തുടയ്ക്കാനൊന്നും ഒന്നുമില്ല, അലക്കാനൊക്കെ ഉണ്ട്. നേരെ ഡ്രസ്സ് മാറി അങ്ങോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് ഇവിടെ വരുന്നത് ഒരു 7 മണിക്കായപ്പോൾ വന്നു, കുളിയൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും പോയി. പിന്നെ വരുന്നത് 2 മണിക്കായപ്പോഴാണ് രാത്രി. പിന്നെ വന്ന് ഒന്ന് കിടന്നു. 5 മണിയൊക്കെ ആയപ്പോൾ നീച്ച് പോയി. വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാനും. പക്ഷേ പിന്നെ ആ ഇടം തുടങ്ങാൻ സമയം വൈകി, കാരണം ചൂടല്ലേ. നന്ന രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും പറഞ്ഞിട്ട് തുടങ്ങാൻ വൈകി. അതിന് പിന്നെ 8:30 ആയപ്പോൾ ഇങ്ങോട്ട് വന്നു, അടിച്ചേരി തുടച്ച് പാത്രമൊക്കെ കഴുകി വീണ്ടും പോയി. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു വീഡിയോ ഇല്ല, നമുക്ക് ചുരുക്കം പറഞ്ഞു വരുന്നത് കേട്ടോ. ഇന്നിപ്പോൾ എന്താ പറയുക, അതൊക്കെയാണ് വിശേഷങ്ങൾ. ചെറുതായിട്ട് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടുനോക്കി, കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല. അത് എത്ര പിന്നെ എടുക്കണം എന്ന് വിചാരിച്ചു ജസ്റ്റ് ഒരു ഫോട്ടോ ശരിക്കും എടുക്കാൻ പോലും നമുക്ക് സമയം കിട്ടില്ല. ഞങ്ങൾ ചേച്ചിമാരൊക്കെ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യും, പക്ഷെ നടക്കില്ല. കാരണം അത്രയധികം തിരക്കാവും. എല്ലാവരും വരുമ്പോൾ നമുക്ക് ഓരോ സ്വീകരിക്കണം, എന്തെങ്കിലും കൂടിയിട്ടൊക്കെ എല്ലാവരെയും കാണാം. അപ്പോൾ ഓരോന്ന് വർത്താനം പറയലൊക്കെ ആകുമ്പോൾ നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് നോക്കാതെ. പിന്നെ നമുക്കൊരു ചൂടാണ്, അവിടെ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്, പെരും ചൂട്. അപ്പോൾ അവിടെ നിന്നൊരു വീഡിയോ അല്ലെങ്കിൽ ഇവിടെ പറയുന്ന സമയം കിട്ടില്ല.
അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം ഇങ്ങോട്ട് വന്നിട്ട് കുറച്ചും കൂടെ നടക്കാനുണ്ട്, ഒരു 5 മിനിറ്റോളം നടക്കാനുണ്ട്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇൻട്രോ അറിയിച്ചു വന്നാണ്. അവിടെ ഒന്നാമത് തിരക്ക്. പിന്നെ നമ്മളെ വീടിന് ചുറ്റും മരങ്ങളൊന്നുമില്ല, ഇനി വെച്ച് പിടിപ്പിച്ച് വലുതായി വന്നിട്ട് വേണം. ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ചുറ്റുവട്ടത്ത് കുറച്ച് റബ്ബറുണ്ട്. അപ്പോൾ ഒരു 4 മണിക്ക് ശേഷമൊക്കെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആവും അവിടെ. അതുവരെ ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ചൂടാണ്. അങ്ങനെ ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. ഇപ്പോൾ നാളെ കുറച്ച് പഴയ നമ്മളെ സാധാ വരുന്ന പോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ശരി. പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം പാവിക്കുട്ടൻ ഇന്നലെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫുട്ബോളിൻ്റെ ടൂർണമെൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, എന്താണെന്നറിയുന്നത് ഭയങ്കരമായിട്ട് കളിക്കണം കുറച്ച് മക്കളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ, ഭയങ്കരമായിട്ട്. കാരണം എനിക്കൊക്കെ പാവിക്കുട്ടനൊക്കെ ചെറുപ്പത്തിൽ കളിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ആനക്കഴുത്തിൻ്റെ ഇടയിൽ കൂടെ ചെറുക്കാരി പറയില്ല. ഇന്നലെ ടൂർണമെൻറ്റ് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ വിശേഷം പറയുകയാണ്. പാൽക്കുട്ടനൊക്കെ പണ്ട് കളിക്കാൻ പോയി കഴിഞ്ഞാൽ 11 മണി 12 മണി ആകുമ്പോൾ വരും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. കാരണം രാവിലെ ചായ ഒന്നും കുടിക്കാതെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ പോണതാണ്. അപ്പോൾ ഞാൻ അടിക്കൂല, പക്ഷെ ഞാൻ വടി കിടന്ന് ഇങ്ങനെ നിൽക്കും വരുന്ന ടൈമിൽ. പക്ഷേ ഫുട്ബോൾ ഇപ്പോൾ നമ്മളിവിടെ സാധാ ഗ്രൗണ്ടിൽ തന്നെ ടൂർണമെൻറ്റ് ഉണ്ടായപ്പോൾ ഞാൻ ഒരു ദിവസം പോയപ്പോഴാണ് പാൽക്കുട്ടൻ്റെയൊക്കെ ഒരു ആത്മാർത്ഥത, അല്ലെങ്കിൽ കുറച്ച് കുട്ടികളുടെ ആത്മാർത്ഥത പന്ത് കളിയിലോട്ടുള്ളൊക്കെ മനസ്സിലായത്. അതിനുശേഷം പിന്നെ ഓൻ എപ്പോഴാണോ വരുന്നത് അപ്പോൾ ഞാൻ ഒരിക്കലും ടൈം വെച്ചിട്ടില്ല വരാൻ വേണ്ടി പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വരുമ്പോൾ പേടിപ്പിക്കലില്ല. കാരണം അവർക്കറിയാമല്ലോ വിശക്കുമ്പോൾ ഒന്ന് ഫുഡ് കഴിക്കണമെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ വന്ന് ഫുഡ് കഴിക്കുക. അങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഞാൻ പന്ത് കളിയെ സ്നേഹിക്കുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കളി. അത് ചെറിയ കുട്ടികളാണെങ്കിലും ആരുതാണെങ്കിലും ഞാനൊരു അർജൻറ്റീന ഫാനാണ് കേട്ടോ. മെസ്സിയൊക്കെ കടുത്തൊരു ആരാധികയാണ്. സത്യം പറഞ്ഞിട്ട് പന്തലിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും അറിയാം. പക്ഷേ ഇവിടെ കുട്ടികളെ കളിയുടെ ഇഷ്ടം കൂടിയിട്ടുള്ളത്. പന്തലിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എനിക്ക് അറിയിച്ചു, എന്നാലും ഭയങ്കരമായിട്ടൊരു ഇഷ്ടമാണ് കേട്ടോ അത്. അപ്പോൾ ഇപ്പോൾ 5 വർഷമായിട്ടുള്ളൂ അർജൻറ്റീനയുടെ ഫാനൊക്കെ ആയി മാറിയിട്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അർജൻറ്റീന. മെസ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഡീറ്റെയിലായിട്ട് പറയാൻ നിൽക്കാറില്ല, പക്ഷേ പന്ത് കളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ടെക്നോ ടീമിൻ്റെ കളി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ എന്തായാലും പോകും. അപ്പോൾ ഇന്ന് ചെറിയ കുട്ടികളെ കളിയുണ്ട്. ചെറിയ എന്നാൽ മറ്റ് ചെറിയ കുട്ടികളല്ല, ഒരു ഇടത്തരം കുട്ടികളെ കളിയുണ്ട്. അപ്പം എന്തായാലും കളി കാണാനൊക്കെ പോകണം. മറ്റാണെങ്കിൽ അടുത്ത വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞതാണേ. അപ്പോൾ ശരി, കുഞ്ഞു വീഡിയോ കാണാം. ഒപ്പം തന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഫാൻ്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കിട്ട് എല്ലാവരും ക്ഷമിക്കണേ. അല്ലാതെ രക്ഷയില്ല, നിൽക്കാൻ ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ സാരി കൊണ്ട് നോക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. ഫാനില്ലാതെ രക്ഷയില്ല കേട്ടോ. അപ്പോൾ ശരി, ഇനി ഡ്രസ്സൊക്കെ മാറിയിട്ട് പോയി പാത്രമൊക്കെ കഴുകാൻ കൊടുത്തേ. ചേട്ടാ പിന്നെ ഈ 29 വയസ്സ് അങ്ങനെയുള്ളവർക്ക് ശരി ആണോ? അതൊന്നുമില്ല. എങ്ങോട്ട് നോക്കാം. ചൊക്കാണ് കണ്ടതിനേക്കാളും ഭംഗി സാരി വന്നിട്ട്. ഉണ്ടായിക്കണല്ലോ. ആയിക്കോട്ടെ ചോദിച്ചിട്ട് പിന്നെ വെള്ളം കുടിച്ചോ? രാജീവ് മക്കളൊക്കെ അതിനറിയോ? അതാണോ ശരിക്കും നിൽക്കണതേ? വീഡിയോ ആ